ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹെയർ ഓയിൽ മേക്കിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഹെയർ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എങ്ങനെയാണെന്ന്. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് ഹെയർ ഓയിൽ മേക്കിംഗ് ആണ്. സോ നിങ്ങൾ മിസ് ചെയ്യരുത്, ബെനിഫിറ്റ് ഷുവറാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൂടില താളി, പേരയില, നവരയില, പടവല്ലി, നെല്ലിക്ക, കറ്റാർവാഴ, കറിവേപ്പില, കൈതോന്നി, നീലാംബരി, ഉലുവ. ഇതെല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുത്ത് നമ്മൾ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ആഡാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമ്മൾ ഉലുവ ചേർക്കുമ്പോൾ സെപ്പറേറ്റ് വറുത്ത് പൊടിച്ചിട്ട് വേണം ഇതിലേക്ക് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നീലാംബരിയുടെ ഉലുവയുടെ ഫോട്ടോ ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല കേട്ടോ, അത് വിട്ടുപോയതാണ്. ഫോട്ടോ ഇവിടെ കാണിക്കാത്തതുകൊണ്ടാണ് നീലാംബരിയുടെ ഉലുവയുടെ കഴിഞ്ഞ് സെപ്പറേറ്റ് ഇങ്ങനെ പറയുന്നത്. ഓയിൽ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് റെസ്റ്റ് എടുക്കാം, പക്ഷേ എങ്കിലും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മൾ ഈ എണ്ണ ഫസ്റ്റ് ഒരു പച്ച കളറായിരിക്കുമല്ലോ, ആ ഒരു കളർ ചേഞ്ച് വരുന്ന ടൈമിലോട്ട് നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമുക്കിനി ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് കാണിച്ച ടൈമിൽ ഒരു വള്ളി പോലത്തെ സാധനം നിങ്ങൾ കണ്ടില്ലേ, അതിൻ്റെ പേരാണ് മൂടിലത്താളി. അതിൻ്റെ ഗുണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ വന്നിട്ട് നന്നായിട്ട് തഴച്ച് വളരുമെന്നാണ് പറയുന്നത് കേട്ടോ. നവരയിലയുടെ യൂസ് എന്ന് പറയുമ്പോൾ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാനും അതുപോലെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് തരാനും ഹെൽപ്പ് ചെയ്യും. അടുത്ത് ഉലുവയുടെ യൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അടുത്ത് വന്നിട്ട് കൈതോന്നി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. കറിവേപ്പിലയിൽ വിറ്റമിൻ എ, ബി, സി ആൻഡ് അയൺ ആൻഡ് കാൽസ്യം അടങ്ങിയിരിക്കുന്നു. ഹെയർ ഷൈനിന് ഹെൽപ്പ് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു, ഹെയർ നല്ല സ്ട്രോങ്ങർ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു, ഹെയർ തിന്നിങ് പ്രിവെൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ നെല്ലിക്കയിൽ വിറ്റമിൻ സി ആണ് അടങ്ങിയിരിക്കുന്നത്, ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ സ്ട്രെങ്തൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഹെയർ ലോസ് പ്രിവെൻറ്റ് ചെയ്യുന്നു, ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. കറ്റാർവാഴ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, സൂത്തിങ് ഈച്ച്നസ് ആൻഡ് ഡാൻഡ്രഫ് ഇല്ലാതാകാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഹെയർ മോയ്സ്ചറൈസിങ് ചെയ്യുന്നു. പേരയില ഹെയർ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നു, ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യുന്നു, ഹെയർ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ പടവല്ലിയെ സൈക്ലിയ പെൽറ്റാട്ട എന്ന് പറയും. ഇതിനെല്ലായിടത്തും പടവല്ലി എന്നാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ പടവല്ലി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യൂസ് എന്ന് പറയുമ്പോൾ ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നു, ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യുന്നു, ഡാൻഡ്രഫ് റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഇതൊരു ട്രഡീഷണൽ താളിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലീഫാണ്. ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ട്രഡീഷണൽ ആണ്, എല്ലാം നാച്ചുറൽ ആണ്. സോ എല്ലാത്തിനും അതിൻ്റേതായ ബെനിഫിറ്റ് ഉണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സോ ഇനി വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതിന് വരുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ ഈ കുട്ടി നര അല്ലെങ്കിൽ നരച്ച മുടിയുള്ളവർക്ക് അത് ഹെയർ ഡാർക്കൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ തലവേദനയൊക്കെ വരുമല്ലോ, ആ ടൈമിൽ ഈ ഒരു ഓയിൽ തേച്ചിട്ട് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പോൾ ആ ഒരു തലവേദന അങ്ങ് മാറും. അതെനിക്ക് മാത്രം തോന്നുകയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്തായാലും അങ്ങനെ ഒരു ബെനിഫിറ്റും കൂടെ തോന്നിയിട്ടുണ്ട്. ഞങ്ങൾ ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ, 2 ചെറിയ ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക്. അപ്പോൾ നമ്മൾ ഓയിൽ ഉണ്ടാക്കി എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ഉണ്ടാക്കിയ ടൈമിൽ ഇരുമ്പ് ചീനച്ചട്ടി പൊത്തുപോയത് കൊണ്ടാണ് നമ്മൾ കിട്ടിയ ചീനച്ചട്ടി വെച്ച് ഉണ്ടാക്കിയത്. കിട്ടിയ മീൻസ് കറിക്കെടുക്കുന്ന ചീനച്ചട്ടിയൊന്നും അല്ല കേട്ടോ അത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു ക്രിക്ക് സൗണ്ട് മീൻസ് ആ ഒരു മണൽത്തരി പോലെ നമുക്കിങ്ങനെ അത് കലക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എണ്ണ പാകമായി നമ്മൾ മാറ്റി വെച്ച ടൈമിൽ ഞങ്ങൾ 2 ചീനച്ചട്ടിയിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ എണ്ണ. എന്നിട്ട് അതിനെ കവർ ചെയ്ത് വെച്ചിട്ട് 7 days കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് എടുത്ത് അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ഗുണം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഒരു 5 to 7 days അങ്ങനെ മൂടി വെച്ചതിന് ശേഷം മാത്രം എടുക്കുക. അപ്പോൾ നമ്മുടെ എണ്ണയ്ക്കിടെ ഫുൾ ഗുണങ്ങളും അതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്താലും മതി. സ്കാൽപ്പിലേക്ക് നന്നായിട്ട് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഹെയറിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയ പിന്നെ ഇവിടെ ഈ അറ്റത്തൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ ഓയില്. പിന്നെ ഇപ്പോൾ റെഗുലർലി യൂസ് ചെയ്താൽ മാത്രമേ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള നമുക്ക് അതിന്റെ എഫക്റ്റ് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് ചേഞ്ച് മനസ്സിലാവും. അല്ലാതെ ഇപ്പോൾ ഇന്ന് തേച്ചു പിന്നെ എന്തെങ്കിലും തേച്ചിട്ട് മനസ്സിലാവില്ല. സോ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഓയിലായിട്ട് പോകുന്ന അത്ര ഇഷ്ടം കാണത്തില്ല. എനിക്ക് അതിന് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ടൈമിൽ, പുറത്തൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന ടൈമിൽ അപ്ലൈ ചെയ്യുക. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നല്ല മസാജ് ചെയ്യുക. നമുക്ക് ഈ സ്പായൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വീട്ടിലിരിക്കുകയല്ലേ, അപ്പോൾ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആഴ്ചയിൽ 1-2 പ്രാവശ്യം അങ്ങനെ ചെയ്യാം. അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് നമ്മുടെ ഹെഡിന് കിട്ടാൻ ചാൻസ് കിട്ടും.
അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു നല്ലൊരു സ്പാ നമ്മൾ പോയി ചെയ്യും, അതെല്ലാം കെമിക്കലല്ലേ, ഇത് കെമിക്കൽ അല്ലല്ലോ. അപ്പോൾ ആ ഒരു സ്പാ ചെയ്യുന്ന വീട്ടിലെ അമ്മൂമ്മ അങ്ങനെ ആരെങ്കിലുമൊക്കെ ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ പിടിച്ചൊന്ന് സ്പാ സെന്ററിൽ ചേച്ചി ആക്കിയാൽ മതി. അപ്പോൾ അവർ ഓയിലിട്ട് ഹെഡ് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഹെഡിന് നല്ലതാണ്. പിന്നെ എന്താ മറ്റേ നെല്ലിക്ക തളം, നമ്മൾ നെല്ലിക്കയൊക്കെ ആളാക്കിയിട്ടുണ്ടായിരുന്നു. നീലാംബരിയാണ് നമ്മൾ കാണിക്കാൻ വിട്ടുപോയി തോന്നുന്നു. നീലാംബരിയാണ് കാണിക്കാൻ വിട്ടുപോയി. നമ്മൾ ഓൾറെഡി അത് ചേർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീഡിയോ എടുത്ത ടൈമിൽ ഞാൻ അതിലേക്ക് അത് കാണിക്കാൻ വിട്ടുപോയി എടുത്ത് വെച്ചിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ എഫക്റ്റ് കിട്ടിയിട്ടുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഗുണം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നല്ലതാണോ എന്നൊക്കെ ഉള്ളത്. നല്ലതാണ് മോശം പറയാൻ ഒരു ചാൻസ് ഇല്ല. ഞാൻ എന്ന് വെച്ചാൽ ഒരു കാര്യത്തിന് നല്ലത് പറയണമെങ്കിൽ അത് അത്രയ്ക്ക് നല്ലതായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യത്തിന് നല്ലതെന്ന് പറയാൻ കുറച്ച് കഷ്ടപ്പാടാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നല്ല ലോങ് ഹെയർ ഇട്ട്, എനിക്ക് ഇന്നേക്കാൾ ലോങ് ഹെയർ ആയിരുന്നു. ഞാൻ പിന്നെ വെട്ടിയതായിരുന്നു കേട്ടോ. ഞാൻ സ്മൂത്തനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം എൻ്റെ മുടി എനിക്ക് അപ്പോഴപ്പോഴേ ഓരോരോ ക്രാക്കുകൾ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും നല്ല ലോങ് ഹെയർ ആയിരുന്നു. ഞാൻ വെട്ടിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ അത്യാവശ്യം ഉണ്ട് എങ്കിലും ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിലരിങ്ങനെ മറ്റേ കാലറ്റം വരെ മുടി കിടക്കും എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ എനിക്ക് അത്യാവശ്യം എൻ്റെ മുട്ടിന്ന് കുറച്ച് ഇത്ര ഡിസ്റ്റൻസേ വരത്തുള്ളൂ, അത്രയ്ക്ക് എനിക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടിയത് കൊണ്ടാണ് എനിക്കിപ്പോൾ ഇങ്ങനെ പോയത്. അപ്പോൾ ഞാൻ കൊച്ചിലെ തൊട്ടേ ഈ ഒരു ഓയിലാണ് തേച്ച് വരുന്നത്. പിന്നെ അല്ലാതെ തേക്കുന്നതെന്ന് വെച്ചാൽ മറ്റേ ഒരു ബ്ലൂ കളറിലെ ഓയിലുണ്ടല്ലോ, പിന്നെ ഒരു ജാസ്മിൻ, അതൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാത്രം തേക്കുന്നത്. അങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഈ ഒരു ഓയിൽ തന്നെയാണ് തേക്കുന്നത്. അതിൻ്റെ എഫക്റ്റ് എനിക്ക് കിട്ടാനുമുണ്ട്. പിന്നെ എനിക്ക് ഡാൻഡ്രഫ് ഒരു പരിധി വരെ പോവും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഹെഡ് പെയിൻ ഒക്കെ എടുക്കുമല്ലോ, ഹെഡ് പെയിൻ എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഓയിൽ തേച്ചിട്ട് കുറേ കഴിയുമ്പോൾ അങ്ങ് മാറും. അത് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചെയ്യും, നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും, ഡാൻഡ്രഫ് ഒരു പരിധി വരെ കുറയ്ക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.